ഈ പൊറോട്ടയും കല്യാണവും ഒരുപോലെയാ. കഴിക്കരുതെന്ന് എല്ലാരും പറയും, എന്നാലോ എല്ലാരും കഴിക്കുകയും ചെയ്യും. എന്താല്ലേ? എനിക്ക് 2 ഏട്ടന്മാരുണ്ട്. എനിക്ക് 3 ഏട്ടന്മാരുണ്ട്. 2, 3, 5 കൊല്ലം ഞാൻ ഈ ലവിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത്. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പറയണം. എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണം. പറയുന്നത് ഇഷ്ടമല്ല. അങ്ങനെ പറയാം. കാത്തിരുന്നൊരു ചക്കരക്കുടം കൈ. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായുള്ളൂ. പെണ്ണുമ്പിള്ളിപ്പോ 9 മാസം ഗർഭിണിയാ. 9 മാസം ഗർഭിണിയാ. ഇത് നീ ആരോട് ചോദിച്ചില്ല? അവരോട് ചോദിച്ചില്ലേ? ഇത് ഞാൻ അവളോട് ചോദിച്ചപ്പോ അവളൊരു ദൈവം തരുന്നതല്ലേ, കൈ നീട്ടി വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഞാനൊരു ക്ലൂ തരാം. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. ബീഫ് ഫ്രൈ. അമ്പാടി ഹോട്ടലിലുണ്ട്, കൈലാസ് ഹോട്ടലിലില്ല. അത് വെയിറ്റ് ചെയ്യുന്നല്ലേ? അപ്പൊ അതൊന്നുമല്ല. ആലിലയിൽ കിടക്കും പുഴു. പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നൃത്തമാടും. നീല നിറത്തിലുള്ള വേണ്ട വേണ്ട, എല്ലാം മാക്കി. വെണ്ണ കട്ടു തിന്നുന്നവൻ. ഒരു മരുമോളെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? അമ്മ അമ്മായിയമ്മ തമ്മിലുള്ള വ്യത്യാസം എന്തോടി? അമ്മ മരിക്കാൻ വിടൂല, അമ്മായിയമ്മ ജീവിക്കാൻ വിടൂല. ഒരു 4 ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഓംലെറ്റ് എന്ന് വെച്ചാൽ ഈ മുട്ടക്കകത്ത് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ആംബ്ലേറ്റ്. ഹലോ ചക്കര, എന്താ ചെയ്യുക? ഇത്രയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടാണോ എന്നോട് വഴക്കുണ്ടാക്കി പോയത്? ചേടാ, വീട്ടിലേക്കാണോ വിളിച്ചത്? എടാ, ഞാൻ തരുന്ന ഒരു പേസ്റ്റ് ഉണ്ട്, അത് ഉപയോഗിക്കുവാണെങ്കിൽ അത് നല്ലതാണ്. അതിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എനിക്കറിയാവോ? എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? കരയാമ്പു, കർപ്പൂരം, കുന്തിരിക്ക, രാമച്ചൻ, തെറ്റിപ്പൂ. ഇത് ഇത്രയുണ്ട്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? എന്റെ വായിക്കത്ത് ഹോമം നടത്താൻ പോവാണോ നിങ്ങൾ? ഈ കപ്പലും മുങ്ങിക്കപ്പലും തമ്മിൽ എന്താ വ്യത്യാസം? അത് ആദ്യം കപ്പലുണ്ടാക്കും, പിന്നീട് ഇത് വെള്ളത്തിലിടും. അത് മുങ്ങിപ്പോയാല് മുങ്ങിക്കപ്പല്, പൊങ്ങിക്കിടന്ന പൊങ്ങിക്കപ്പല്. കറക്റ്റ്. നിനക്കറിയാവുന്ന പിടിച്ചു വെച്ചാ. ഓ ദൈവമേ, എന്തൊരു അറിവാ നിനക്ക്. അഹമ്മതി കാണിച്ചിട്ട് ചിരിക്ക. സോറി. എന്ത് സോറി? കുട്ടികളായാൽ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. എനിക്കതിന് കുട്ടികളായിട്ടില്ലല്ലോ. അതല്ല, പെൺകുട്ടികളായാലും ഇതുപോലെ ലോറി പായണ പോലെ കിടന്ന് പായാൻ പാടില്ല. അതിന് ഞാൻ സോറി പറഞ്ഞില്ലേ? എന്ത് തോന്നിയ കാണിച്ചിട്ട് സോറിയോ? സായിപ്പന്മാരൊരു വാക്ക് കണ്ടുപിടിച്ചു. സാരി. ബോബി, എങ്ങോട്ട് പോന്നെ? ഇവിടെ അടുത്തൊരു റെയിൽവേ പാളം ഉണ്ട്, അവിടെ വരെ വരുന്നോ? എന്തിനാ? ഒന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് 2-3 ദിവസമായി. ഇവിടെ അതിന് സമയം കിട്ടിയത്, കാണാൻ വരുന്നോ? ആ കൊച്ചിനെ എടുത്തോ, നല്ല രസമുണ്ടാവും. ഓ, അതിനാണെങ്കിൽ തന്നെത്താൻ പോയാ മതി. ഞാൻ വിചാരിച്ചു പള്ളിയിലേക്കാണെന്ന്. ആര് പറഞ്ഞാ പള്ളി പോണെന്ന്? അല്ല, ഇന്ന് മനസ്സമ്മതല്ലേ? ബോബിയുടെ ഡാഡിയുടെ കൂട്ടുകാരൻ ചാക്കോച്ചൻ ഇന്നലെ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാലോ. ഒരുപാട് നാളായി പള്ളിയിൽ പോയി. ഇനി പള്ളിയിലേക്ക് എഴുന്നള്ളാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് നേര് തന്നെയാ. ഇത് എന്റെ അമ്മാവനാ. പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ. ഒരു മിനിറ്റ്. ആമാ, പൈസ കാണുന്നില്ല, നീ കണ്ടായിരുന്നോ? ഫ്രിഡ്ജിന്റെ മുകളിലിരുന്നാണോ? 4710 രൂപ. ഞാൻ കണ്ടില്ല. ഇല്ല, അറിയാം. ഇല്ല, ഞാൻ വരില്ല. കഴിച്ചിട്ട് കിടന്നു. ഞാനൊരു മീറ്റിംഗിലാണ്, പിന്നെ വിളിക്കും. ഗോമസങ്ങൾ അതല്ലേ വേറെ കോടിക്കണക്കിന് സ്വത്തുക്കൾ. അതല്ലാതെ വേറെ കാസിനോ? മോളെന്ന് പറഞ്ഞില്ലേ? മോളിലോ? മോളിലല്ല, മോളെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. ഒറ്റ മോള് എമിലി. എന്നിട്ട് കളിക്കാണ് എന്റെ അടുത്ത്. എത്ര വയസ്സ്? 65. 65 വയസ്സുള്ള മോ. ഞാൻ കേട്ടത് സത്യാണോ? മാധവൻ എന്നോട് ശരിക്കും ഇഷ്ട? പ്രേമം? കുറ്റബോധം കാരണം മാധവൻ ഏതോ യന്ത്രമായി പോയെന്ന് പറഞ്ഞു. ഏത് കമ്പനിയുടെ യന്ത്ര? അടുക്കളയിൽ ഒരു സാധനം ഇല്ല, അരിയില്ല, മല്ലിയില്ല, മുളവില്ല, ഉപ്പില്ല, ഒരു സാധനം ഇല്ല. നിന്റെ വായിന്ന് ഉണ്ട് എന്നൊരു വാക്ക് കേട്ടിട്ട് എനിക്ക് കണ്ണടച്ചാ മതി. എന്നാ ഞാൻ ഉണ്ടെന്ന് പറയാം. അത് പറ. ഈ വീട്ടിൽ അരിയുടെ കുറവുണ്ട്, മല്ലിയുടെ കുറവുണ്ട്, മുളകൊടിയുടെ കുറവ്. ഇന്നലെ ആ രാജേഷ് എന്നെ തല്ലിയിട്ട് ഞാൻ തിരിച്ചു തല്ലിയത് പോലുമില്ല. ഇനി തല്ലേ ഞാൻ അടിക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മോൻ അടിക്കാനൊന്നും പോവണ്ട, മാഷിനോട് പറഞ്ഞാ മതി. ആ മാഷ് തന്നെ ഈ രാജേഷ്. ചേച്ചി, രാത്രി നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണം എന്താ? അത് ഈ ഗാലക്സിയിലെ അറ്റോമിക്. നീ +2 സയൻസ് ആയിരുന്നോ കോമേഴ്സ് ആയിരുന്നോ? കോമേഴ്സ്. അത് നമ്മുടെ അച്ചാച്ചനെ മോളെ. അച്ചാച്ചൻ